ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ AFUBC നടത്തി വരുന്ന വചനപ്രഭാഷണ പരമ്പരയിലൂടെ സന്ദീപാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. മനുഷ്യ ജീവിതത്തിൽ ഏറിയ പേരുടെയും നിലവിളി ഇതാണ്: എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ആരുമില്ല. പലപ്പോഴും അവർ ചുറ്റുപാടിൽ തങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് പറയും, ഇവർക്ക് എന്നോട് സ്നേഹമില്ല, അവരെന്നെ വേണ്ടി കരുതുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. എൻ്റെ മുന്നിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്, എനിക്കിതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നില്ല, അതിജീവിക്കുവാൻ കഴിയുമെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ സന്ദർശനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിത പ്രതിസന്ധികളുമായി ഏറ്റുമുട്ടി, പ്രതികൂലങ്ങളുമായി ഏറ്റുമുട്ടി മുന്നോട്ട് പോകുവാൻ വഴികൾ അടഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ എന്നോട് ഈ നിമിഷം കൈമാറുവാൻ ഒരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ആവശ്യങ്ങളിലേറെയും സാഹചര്യങ്ങൾ വളരെ പരിതാപകരവുമാണെങ്കിലും അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എന്നെ സഹായിക്കാൻ കഴിയുന്നവർ ദൈവത്തെ ഞാൻ വിളിച്ച് നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് വചനം പറയുന്നു, ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചോളൂ. 1 പത്രോസ് 5:7 വചനം. നിന്റെ ആവശ്യങ്ങൾ എന്തോ, ഒരു കുടുംബത്തിന്റെ ആവശ്യമെന്തോ, തലമുറയുടെ ആവശ്യമെന്തോ, അതത് ആവശ്യങ്ങളും മേൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. സംഗീതക്കാരൻ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഇല്ലായ്മയുടെയും പരാധീനതയുടെയും ഒറ്റപ്പെടലിൻ്റെയും വിലാപഗീതം ക്ഷമിക്കുവാനും ആലപിക്കുവാനല്ല ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഹായിപ്പാൻ കഴിയുന്ന, വിടുവിപ്പാൻ കഴിയുന്ന, രക്ഷിപ്പാൻ കഴിയുന്ന, ഉയർത്തുവാൻ കഴിയുന്ന, അനുഗ്രഹിപ്പാൻ കഴിയുന്ന, സൗഖ്യമാക്കുവാൻ കഴിയുന്ന, സ്ഥിതികൾക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ, നിന്റെ ഭാരങ്ങളെ അവന് ഇറക്കി വയ്ക്കുന്നെങ്കിൽ, അവനിൽ നിനക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിത വെളിച്ചത്തിൽ സാക്ഷ്യമായി പ്രസ്താവിക്കുക. ഈ ദൈവത്തിൽ ആശ്രയിച്ച ഒരുപാട് പേർ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരും അതിനുവേണ്ടി ഒരുങ്ങിയവരും, മാരരോഗികളായിരുന്നവരും, കടഭാരത്തിലിരുന്നവരും എന്ന് വേണ്ട പ്രശ്നമെങ്കിലും അന്തരീക്ഷിച്ച് വെച്ച് ഒരുപാട് പേർ വിടുതൽപൂർവ്വമായി പണിയായി തീർന്നിട്ടുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ലോകത്തിൽ നിന്ന് സൗഖ്യം തരുവാൻ, നിന്റെ കടഭാരത്തിന് അറുതി നൽകുവാൻ, നിനക്കൊരു ഉപജീവനത്തിന് ജോലി നൽകുവാൻ, നിന്റെ സ്വന്തം ഭവനം നൽകുവാൻ, നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുവാൻ, നിന്റെ വിവാഹം നടക്കുവാൻ, നിങ്ങളുടെ തലമുറ ഉണ്ടാക്കുവാൻ എന്ന് വേണ്ട നീ നേരിടുന്ന ഏതൊരു വിഷയത്തിന്മേലും ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ സഹായിക്കും. ജന്മം ഒരു പാഴ്ജന്മമായി പോയി ഇതിനെ അവസാനിപ്പിക്കാൻ ചിന്തിച്ച് ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകരുത്. ലഹരിയിൽ നീ ആശ്രയം കണ്ടെത്തരുത്. അതൊക്കെ നശിപ്പിക്കുന്ന മാർഗങ്ങളെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ സഹായിക്കും. എൻ്റെ ജീവിതത്തിന് അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, അതിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം നിനക്ക് ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ആത്മീയ കൂട്ടായ്മ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ ഇതിനെ സഹായിക്കാൻ സദാ സന്നദ്ധരാണ്. എൻ്റെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവം നിന്നെ സൗഖ്യമാണ്. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ ഉയർത്തും. ആ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അവനിൽ ആശ്രയിച്ച് അവൻ്റെ കൽപ്പനയെ അനുസരിച്ച് ജീവിപ്പാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനും പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? യേശുവിനെ നിനക്ക് വേണ്ടി തന്നെങ്കിൽ
യേശുവിനേക്കാൾ വലുതൊന്നും പിതാവായ ദൈവത്തിനില്ല. അതുകൊണ്ട് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, നമുക്കതെല്ലാം ലഭ്യമാകും. കർത്താവിനെ സേവിച്ച് ഏറിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.